വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഫൈനലി ഞാൻ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ കുറച്ചൊക്കെ പ്രിപ്പയർഡ് ആണ്, എല്ലാം പ്രിപ്പയർഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് മാത്രം പറയാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ആക്ച്വലി രഞ്ജിത എന്താണെന്നോ ആ ചേച്ചിയുടെ പേര്, ഐ ഡോണ്ട് നോ ചേച്ചിയാണോ അനിയത്തിയാണോ ഒന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ആ പേഴ്സൺ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഞാൻ ലേറ്റാക്കി ഇറ്റ്സ് ഓൾമോസ്റ്റ് എനിക്കൊരു 4 വീക്സ് വരെ ലേറ്റ് ആണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഐ എം സോ സോറി. പക്ഷെ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ഫസ്റ്റ് തന്നെ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് UTI ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതെന്നാണ്. യൂഷ്വലി UTI ഇൻഫെക്ഷൻസ് ഒക്കർ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് നമ്മുടെ വെജൈനയിൽ വരുന്നത് കൊണ്ടാണ് മെയിനായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. അപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള മെയിൻ കൾപ്രിറ്റ് എന്ന് പറയുന്നത് ഈക്കോളൈ ബാക്ടീരിയ ആണ്. ഈക്കോളൈ ബാക്ടീരിയ നമ്മുടെ ഫീക്കൽ മാറ്ററിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയ ആണ്. അത് യൂഷ്വലി വജൈനയിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് കോണ്ടാക്ട് വരികയോ അല്ലെങ്കിൽ നമുക്ക് വൃത്തിയില്ലായ്മ കൊണ്ടോ അങ്ങനെയൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഇൻഫെക്ഷൻ ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമല്ല, വേറെ പല കാരണങ്ങളും ഉണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ മെയിൻ കൾപ്രിറ്റ്സ് ഈ ഈക്കോളൈ തന്നെയാണ്. യൂഷ്വലി ഇത് വുമൻസിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്, മെയിൽസിൽ വളരെ കുറവാണ്. ഓൾറെഡി പറഞ്ഞു വുമൻസിലാണ് ഏറ്റവും കൂടുതലായിട്ട് UTI ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നത് എന്നുള്ളത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫീമെയിൽ ബോഡിയുടെ അനാറ്റമി കാരണമാണ്. ദ റീസൺ ഈസ് നമ്മുടെ ആനൽ ഓപ്പണിംഗ്, യുറേത്രൽ ഓപ്പണിംഗ്, നമ്മുടെ വെജൈനൽ ഓപ്പണിംഗ് ഇതൊക്കെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയക്ക് അങ്ങോട്ടേക്ക് ഇൻവേഡ് ചെയ്ത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ആദ്യമേ പറഞ്ഞായിരുന്നു നമുക്ക് അൺഹൈജീനിക് ആയിട്ടുള്ള സർക്കംസ്റ്റൻസസിലാണ് UTI ഇൻഫെക്ഷൻസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതുകൂടാതെ മെയിൻ കൾപ്രിറ്റ് ആയ ബാക്ടീരിയ ഈക്കോളൈ ആണെന്നും പറഞ്ഞു. സോ വേറെ ചില സർക്കംസ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. അപ്പോൾ അതിനകത്ത് വേറെ പല ഓർഗാനിസംസും വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ എല്ലാ ഓർഗാനിസംസിൻ്റെയും പേര് പറയാത്തതിൻ്റെ കാരണം ഒരുപാട് മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന വീഡിയോ ആണിത്. അപ്പൊ അവർക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ബാക്ടീരിയ ആണ് ഈക്കോളൈ ബാക്ടീരിയ. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ ഹ്യൂമൻ വേസ്റ്റ് പുറത്തേക്ക് കളയുമ്പോൾ അല്ലെങ്കിൽ ഫീക്കൽ മാറ്റേഴ്സിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ ആണ് ഈക്കോളൈ ബാക്ടീരിയ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് UTI ഇൻഫെക്ഷൻസ് കണ്ടുവരുന്ന ചാൻസസ് എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. സോ നമ്മളിപ്പോൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര അർജൻസി ആണെന്ന് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം. കാരണം നമുക്കറിയില്ല ഇതിന് മുന്നേ ആ ടോയ്ലറ്റ് യൂസ് ചെയ്ത ആൾക്ക് UTI ഉണ്ടോ ഒന്നും നമുക്കറിയില്ല. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ. അതുകൊണ്ടാണ് മാർക്കറ്റ്സിൽ നമുക്ക് PSafe അങ്ങനെ പോലുള്ള സംഭവങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത്. ഇപ്പം അത് അക്സസിബിൾ അല്ലാതെ ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ കയ്യിൽ ടിഷ്യൂസ്, കാര്യങ്ങൾ, ഹാൻഡ് വാഷസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി കോമൺ ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കണ്ടുവരുന്ന ചില സാഹചര്യങ്ങളാണ് പ്രഗ്നൻസിയുടെ ടൈം, മെനപ്പോസിന്റെ ടൈം, യൂറിനറി കാത്തീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ. യൂറിനറി കാത്തീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, അതായത് സ്വയമായിട്ട് യൂറിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് യൂറിനറി കാത്തീറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ യൂസ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ എന്താ പറയുക, നമുക്ക് ഇമ്മ്യൂൺ ഇല്ലാത്തവരില്ലേ അവർക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡയബറ്റിസ് ഉള്ളവർക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡയബറ്റീസിന്റെ കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അവർക്ക് വളരെ ലോ ആയതുകൊണ്ടാണ് ഇത് വരാനുള്ള ചാൻസസ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അതേപോലെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്നതിന് പകരം യൂറിൻ നമ്മുടെ കിഡ്നിയിലേക്ക് തിരിച്ച് ഫ്ലോ ചെയ്യാനുള്ള സംഭവം. അതൊരു റിഫ്ലക്സ് ആക്ഷൻ ആണ്. അതിനകത്തും UTI ഇൻഫെക്ഷൻസ് കണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ കിഡ്നി സ്റ്റോൺസ് അങ്ങനെയുള്ളതിലും UTI ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതൽ. നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്നുള്ളതാണ്. സിംറ്റംസ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് തന്നെ അത് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം മെയിൻ ആയിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവയറ്റിലുള്ള വേദനയാണ്. അടിവയറ്റിലുള്ള വേദന, വൊമിറ്റ് ചെയ്യാൻ തോന്നുക, നടുവ് വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ തന്നെ നമ്മൾ വാഷ്റൂമിൽ പോകുമ്പോൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബേണിംഗ് സെൻസേഷൻ, അതുകൂടാതെ വജൈനൽ ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ചില ബ്ലഡിന്റെ ടിൻറ്റ് കാണുക, ഇതൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ പെൽവിക് ബോൺസ് നമ്മൾ ഹിപ്പ് എന്ന് പറയും, അവിടെ ഉണ്ടാവുന്ന വേദന, പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാൻ തോന്നുന്നത്, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതിനൊപ്പം തന്നെ നമുക്ക് ഒരു ഹൈ ഫീവർ അല്ലെങ്കിൽ നമുക്ക് ചിൽസ്, അതായത് ചിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തണുക്കുക, പെട്ടെന്ന് കുളിര് തോന്നുക,
അങ്ങനെയുള്ള സിംറ്റംസും കണ്ടുവരുന്നത് കൂടുതലാണ്. സോ നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് UTI ആണ് എന്ന് നിങ്ങൾ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്ലൂയിഡ്സ് കഴിക്കുക. അതായത് നിങ്ങൾ മാക്സിമം വെള്ളം കുടിച്ച് നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ സ്വയമായിട്ട് വീട്ടിലുള്ള ഹോം റെമഡീസ് വെച്ച് ചികിത്സിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. ടച്ച് വുഡ്, എനിക്ക് ഇന്നേ വരെ UTI ഇൻഫെക്ഷൻ വന്നിട്ടില്ല. സോ ഞാനിതൊന്നും പരീക്ഷിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻ, ഞാൻ കണ്ടുപിടിച്ച കുറച്ച് ഇൻഫർമേഷൻ, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ UTI ആണെന്ന് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ നേടുക. മെയിനായിട്ട് ഗൈനക്കോളജിസ്റ്റാണ് കാണേണ്ടത്. സോ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്സ് തരും. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5 days അല്ലെങ്കിൽ 3 days കൊണ്ട് നിങ്ങളുടെ UTI ഇൻഫെക്ഷൻ മാറിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് UTI ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നിങ്ങൾ മെയിനായിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി UTI ഇൻഫെക്ഷൻസ് വരാണ്ട് സൂക്ഷിക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒക്കറൻസസ് ഇല്ലേ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ, എങ്ങനെയാണ് UTI ഇൻഫെക്ഷൻസ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ നല്ലപോലെ നോക്കി വെക്കുക. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നിങ്ങൾ എടുക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക. ആൻഡ് താങ്ക് യു ടു ദ പേഴ്സൺ ഹു ഇൻട്രൊഡ്യൂസ് മീ ടു ദിസ് ടോപ്പിക്. ഞാൻ അതിനെപ്പറ്റി കുറച്ച് എന്താ പറയുക റിസർച്ച് ചെയ്തു. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ബൈ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇനി ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, ചെറിയൊരു ഇൻഫർമേഷൻ, എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.